നമ്മുടെ കാറുകളുടെ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേ ഈ ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കറക്റ്റാണ്, പക്ഷേ ഈ റൈറ്റിലെ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ടാവില്ല. അതായത് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഫ്രണ്ടിലോ ബാക്കിലോ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ടാവില്ല. അങ്ങനെ തെളിയാണ്ട് വരുന്ന സൈഡിലാണ് ഈ സ്പീഡ് കൂടുതൽ വരിക. ഇപ്പോൾ ഭൂരിഭാഗം എല്ലാവർക്കും അറിയാം, പക്ഷെ അറിയാൻ പാടാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ, ലെഫ്റ്റ് കറക്റ്റാണ്, റൈറ്റ് സൈഡ് ഇടുമ്പോൾ സ്പീഡ് കൂടുതൽ. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് ഫ്രണ്ട് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ തെളിയുന്നില്ല. പിന്നെ ബൾബ് മാറി കഴിയുമ്പോൾ ഉള്ള വ്യത്യാസം കാണിച്ചു തരാം. കണ്ടോ, സ്പീഡ് ലെഫ്റ്റും ഓക്കെ, റൈറ്റും ഓക്കെ. അപ്പോൾ ബൾബ് തെളിയാണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സ്പീഡ് വ്യത്യാസം വരും, അത് കണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇൻഡിക്കേറ്റർ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കുറച്ച് പേരൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇല്ലാത്തവർക്ക് കമൻറ്റിൽ എൻ്റെ നമ്പർ ഇട്ടേക്കാം. പിന്നെ എൻ്റെ ഒരു ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണി മുതൽ രാത്രി 11 മണി വരെ ഫ്രീ ടൈം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പകൽ എപ്പോഴെങ്കിലും മെസ്സേജ് ചെയ്ത് ഇട്ടേച്ചാൽ മതി. സഡൻലി റീപ്ലൈ വന്നില്ല എന്ന് ഓർത്ത് വേറെ ആരും ഒന്നും വിചാരിക്കേണ്ട. ഈ സമയത്ത് ഞാൻ ഫ്രീ ആവും, ആ സമയത്ത് ഞാൻ ഉറപ്പായിട്ട് റീപ്ലൈ ചെയ്യും. പിന്നെ ചെറിയ സംശയങ്ങളൊക്കെ കൂടുതലും ഞാൻ പറഞ്ഞുതരാം. വലിയ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ അറിയാൻ പാടില്ല എന്ന് പറയും. ഓക്കെ.